ശല്യപ്പെടുത്താതെ പോണം മിസ്റ്റർ. എന്നോടെന്തിനാ സരോജ് ദേഷ്യപ്പെടുന്നത്? ഞാൻ ഈ കാര്യത്തിൽ നിരപരാധിയല്ലേ? അല്ല, ഞാൻ എന്ത് ചെയ്തെന്നാ പറയുന്നത്? താൻ ഒന്നും ചെയ്തില്ല. അത് തന്നെയാ താൻ ചെയ്ത അപരാധം. ഇന്നലെ വന്നൊരു പീറച്ചക്കൻ എനിക്കെതിരെ ചാനലിൽ കയറി സംസാരിച്ചപ്പോൾ താൻ എവിടെയായിരുന്നു? എന്നെ ന്യായീകരിക്കാനുള്ള ബാധ്യത തനിക്കില്ലേ? ഇല്ലടോ. സംവിധായകനും നടനും തമ്മിൽ പ്രശ്നമുണ്ടായാൽ ഒരു ഇടനിലക്കാരനായല്ലേ പ്രൊഡ്യൂസർക്ക് നിൽക്കാൻ പറ്റൂ? സംവിധായകനും നടനും. ഞാൻ വെറും ഒരു നടനല്ലടോ, മെഗാസ്റ്റാറാ, മെഗാസ്റ്റാർ. താൻ വലിയൊരു പ്രൊഡ്യൂസർ. എന്നാടോ താൻ പ്രൊഡ്യൂസർ ആയത്? ആരാടോ തന്നെ പ്രൊഡ്യൂസർ ആക്കിയത്? സരോജ്, അതൊന്നും മറക്കുന്നവനല്ല ഈ പച്ചാളം ബാസ്. Get out! ഇനി ഈ സോഫയിൽ ഇരിക്കണമെങ്കിൽ ആ സംവിധായക തെണ്ടിയുടെ മോന്തക്കിട്ട് ഒരെണ്ണം കൊടുത്തേച്ചും വരണം. അപ്പം നമ്മുടെ പടം മുടങ്ങിപ്പോവില്ലേ സരോജ്? ഇല്ല, അവനെ മാറ്റണം. എത്ര കിഴങ്ങന്മാർ വേറെ കിടക്കുന്നു. അത്തരം കിഴങ്ങന്മാരുടെ ഒരുപാട് പടങ്ങൾ ചെയ്ത് ഒരു പരുവത്തിലായപ്പോ സരോജ് തന്നെയല്ലേ എന്നോട് പറഞ്ഞത് പുതിയ പ്രതിഭകളെ കണ്ടുപിടിച്ചോണ്ട് വരാൻ? പച്ചാളം, ഈ വിഷയത്തിൽ കൂടുതൽ സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല. ഒരു കാര്യം മാത്രം പറഞ്ഞോട്ടെ, ഉം. അവനുമായി എഗ്രിമെന്റ് ഉള്ളതല്ലേ? ചുമ്മാ അങ്ങ് പറഞ്ഞു വിട്ടാൽ സംവിധായകരുടെ സംഘടന കൈയും കെട്ടി നോക്കി നിൽക്കുമെന്ന് വിചാരിക്കുന്നു. അവന്റെ ഫുൾ പ്രതിഫലം സെറ്റിൽ ചെയ്ത് വിടണം. അപ്പോഴോ പുതിയതായി വരുന്ന സംവിധായകനും പ്രതിഫലം കൊടുക്കട്ടെ. മാത്രമല്ല അവനവന്റെ തിരക്കഥ തന്നില്ലെങ്കിൽ തന്നില്ലെങ്കിൽ ആ ലോഹ്യത്തിൽ കൂടി ആ തിരക്കഥ തട്ടിയെടുക്കണം.